അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, ഔസാനി ഖലീലി, എൻ്റെ കൂട്ടുകാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയ്യത്ത് വാങ്ങുകയുണ്ടായി, അല്ലെങ്കിൽ എനിക്ക് വസിയ്യത്ത് നൽകി. ബി സലാസിൻ, 3 കാര്യങ്ങൾ. അദ്ദേഹം പറയുന്നത് ഞാൻ അത് ഉപേക്ഷിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? ഒന്ന്, സിയാമി സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസവും 3 ദിവസത്തെ നോമ്പ്. പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അയ്യാമുൽ ബീദിലെ നോമ്പുകളാണ്, 13, 14, 15. ഇനി ആ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു മാസത്തിൽ ഏത് ദിവസവും മിനിമം 3 നോമ്പ് നോൽക്കുക. വറകഅതൈ അദ്ദുഹ, ലുഹയുടെ സമയത്ത് അഥവാ പകലിൻ്റെ ആദ്യ സമയത്തിനാണ് ലുഹ എന്ന് പറയുന്നത്. അത് തുടങ്ങുന്നത് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ലുഹയുടെ സമയമാണ്. ആദ്യ സന്ദർഭത്തിൽ നമസ്കരിക്കുകയാണെങ്കിൽ അതിന് ഷുറൂഖിൻ്റെ നമസ്കാരം എന്നും പറയപ്പെടുന്നു. 2 റക്അത്തെങ്കിലും, അതിൽ കൂടുതൽ നമസ്കരിക്കാം, പക്ഷേ 2 റക്അത്തെങ്കിലും ലുഹ നമസ്കരിക്കണം. അതേപോലെ തന്നെ വ അൻ ഊത്തിറ ഖബ്ല അൻ അനാം, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യട്ടെ? വിത്ർ നമസ്കരിക്കട്ടെ. ആ നിലക്ക് ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നമസ്കരിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഉറങ്ങുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ വിത്ർ ഇശാ കഴിഞ്ഞ ഉടനെ തന്നെ നിർവഹിക്കാതെ മാക്സിമം നീട്ടിക്കൊണ്ടുപോയി ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമസ്കരിക്കുക. ഇനി ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് കൂടുതൽ ഖൈർ എന്ന് വേറെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഭയപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യട്ടെ? ഉറങ്ങുന്ന ആ സമയത്തേക്ക് വിത്റിനെ നീട്ടിക്കൊണ്ടുപോയി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിക്കൊണ്ട് വിത്ർ നമസ്കരിക്കട്ടെ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ എനിക്ക് വസിയ്യത്ത് നൽകിയിട്ടുണ്ട്, ഞാൻ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ 3 നോമ്പ് എല്ലാ മാസവും, 2 റക്അത്തെങ്കിലും ളുഹ നമസ്കാരം, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായി വിത്ർ നമസ്കാരം. ഈ വമ്പിച്ച ശ്രേഷ്ഠതയുള്ള ആരാധനകൾ നാമും പതിവാക്കുക. ആ വസിയ്യത്ത് സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.